ബൈബിൾ മിഷണറി അവതരിപ്പിക്കുന്ന ചർച്ച പ്രോഗ്രാമിൻ്റെ 5ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങുന്ന് സെൻറ് മേരീസ് ഫൊറോണ ദേവാലയത്തിലാണ്. കുടനാട് സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിൻ്റെ മറ്റൊരു പേര് കൊടുങ്ങുന്ന് പള്ളി എന്നാണ്. കേരളത്തിൽ ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് കൊടുങ്ങുന്ന് സെൻറ് മേരീസ് ഫൊറോണ ദേവാലയം. ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പഴക്കം ചെന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ ഒന്നും കൂടിയാണ് ഈ ദേവാലയം. കുട്ടനാടിൻ്റെ പ്രകൃതി മാനവകൃതി സ്ഥിതി ചെയ്യുന്ന ദേവാലയമാണ് പരിശുദ്ധ ദേവമാതാവ് നാമ സ്ഥാപിതമായ പുളിങ്കുന്ന് പള്ളി. ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് എന്ന ഗ്രാമത്തിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തിനെക്കുറിച്ച് ഭാഗം പരിശോധിക്കാം. ക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ് ലീഗ സ്ഥാപിച്ച നിരണപ്പള്ളിയിലായിരുന്നു കുട്ടനാട്ടിലെ ആദിമ ക്രിസ്ത്യാനികൾ അവർ ആത്മീയ കാര്യങ്ങൾ ചെയ്തിരുന്നത്. പിന്നീട് കല്ലൂർക്കാട് പള്ളി സ്ഥാപിതമായതോടുകൂടി കുട്ടനാട്ടിലെ ക്രിസ്ത്യാനികളുടെ ആരാധന കേന്ദ്രം കല്ലൂർക്കാട് പള്ളിയായി. ആ ദേവാലയത്തിൻ്റെ പേര് ചമ്പക്കുളം സെൻറ് മേരീസ് ബസിലിക്ക എന്നാണ്. പുളിങ്കുന്നിലും പരിസര പ്രദേശങ്ങളിലും ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അന്നത്തെ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ നേതാവായിരുന്ന ചക്കാല ഈപ്പൻ തരകൻ്റെ നേതൃത്വത്തിൽ പള്ളി പണിയാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ചക്കാല ഈപ്പൻ തരകൻ ഈ പ്രദേശങ്ങളുടെ പ്രാദേശിക ഭരണാധികാരിയായിരുന്ന വടക്കൻകൂർ കോയിക്കൽ തമ്പുരാനെ അവിടെ പള്ളി പണിയുന്നതിനെ കാണുകയും അഭ്യർത്ഥന തമ്പുരാൻ അനുവദിക്കുകയും ചെയ്തു. അവിടെ താമസിച്ചിരുന്ന അരയ, അതായത് പരമ്പരാഗതമായി മത്സ്യബന്ധനം പ്രധാന ഉപജീവന മാർഗമായി ചെയ്യുന്ന ഒരു സമുദായമാണ് അര എന്ന് പറയുന്നത്. ആ ആളുകളെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചു. പള്ളിയുടെ നിർമ്മാണത്തിനായി വള്ളപ്പുര പൊളിച്ചു മാറ്റി. പരമ്പരാഗതമായ തോണിഷെഡാണ് വള്ളപ്പുര എന്ന് പറയുന്നത്. പുളിങ്കുന്നിലെ ഈ ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളി AD 1450 സ്ഥാപിതമായത്. AD 1500 ശേഷം ചെമ്പകശ്ശേരി രാജാവ്, അതായത് ഇന്നത്തെ അമ്പലപ്പുഴ, പുളിങ്കുന്ന് പ്രദേശം കീഴടക്കുകയും തന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരണകാലത്ത് ധാരാളം ക്രിസ്ത്യാനികൾ പുളിങ്കുന്ന് ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കുട്ടനാട്ടിലേക്ക് കുടിയേറിയിരുന്നു. 1557 പുളിങ്കുന്നിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്രിസ്ത്യാനികൾ പഴയ പള്ളി പൊളിച്ച് പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചു. പോർച്ചുഗീസുകാരെ ഭയന്ന് വേഷപ്രച്ഛന്നനായിരുന്ന കേരളത്തിലെ അവസാനത്തെ കൽതായ മെത്രാനെ ക്രിസ്ത്യൻ കുടുംബങ്ങൾ പുളിങ്കുന്നിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹം പള്ളിയുടെ അടിത്തറ പാകുകയും ചെയ്തു. 1557 ഫെബ്രുവരി 4 പോൾ 4 മാർപ്പാപ്പ കൊച്ചി രൂപത സ്ഥാപിക്കുകയും പ്രദേശം മുഴുവൻ രൂപതയുടെ കീഴിലാക്കുകയും ചെയ്തു. നിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ അന്നത്തെ കൊച്ചി ബിഷപ്പിൻ്റെയും പുളിങ്കുന്നിലെ വിശ്വാസികളുടെയും പ്രത്യേക താൽപ്പര്യപ്രകാരം പുതിയ ദേവാലയം കൂദാശ ചെയ്യുകയും ദേവാലയത്തിന് കന്യാമറിയം എന്ന പേര് നൽകുകയും ചെയ്തു. 1750 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കുകയും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതോടെ തിരുവിതാംകൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി കുടുംബങ്ങൾ വീണ്ടും കുട്ടനാട്ടിലേക്ക് കുടിയേറി. പുളിങ്കുന്നിലെ ഇന്നത്തെ മിക്ക ക്രിസ്ത്യൻ കുടുംബങ്ങളും ഇക്കാലത്ത് കുടിയേറിയവയാണ്. വിശ്വാസികളുടെ എണ്ണം വർദ്ധിച്ചതോടെ 1785 പള്ളി വീണ്ടും പുതുക്കിപ്പണിതു. ഈ പള്ളി ഇടഭാഗമായിരുന്ന സ്രാമ്പയ്ക്കൽ ഗീവർഗീസ് കത്തനാരാണ് ഇന്നത്തെ പള്ളിയുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയത്. പള്ളിയുടെ ശിലാസ്ഥാപനവും ആദ്യ ശിലാസ്ഥാപനവും ഈ പള്ളി ഇടവകക്കാരനായിരുന്ന ഫാദർ ഗീവർഗീസ് വെളിനാട് നേതൃത്വം നൽകി. പഴയ പള്ളിയുടെ അടിത്തറയിലാണ് പുതിയ പള്ളി പണിതത്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ഈ ദേവാലയം വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ ദേവാലയം സന്ദർശിക്കുന്നത് അനുഗ്രഹപ്രദമായിരിക്കും.